Hello everyone, welcome back to my YouTube channel. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു മേക്കപ്പ് ബ്രാൻഡാണ് റോഡ്. അപ്പോൾ റോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് ജസ്റ്റിൻ ബീബറിൻ്റെ വൈഫ് ഹെയ്ലി ബീബറിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് കൂടുതൽ സ്കിൻ കെയർ, മേക്കപ്പ്, കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള മേക്കപ്പും സ്കിൻ കെയറും ആയിട്ടാണ് അവർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ പാക്കേജിലാണ് അത് വന്നിരിക്കുന്നത്. നോർമൽ കാർഡ്ബോർഡ് പാക്കേജിൽ അതിൻ്റെ പേരിങ്ങനെ റോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഈ റോഡ് ഇങ്ങനത്തെ ഒരു സിൽവർ അല്ല, ഒരു ഗ്രേ കളർ പാക്കേജിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാൻ കുറച്ചും തുറന്ന് നോക്കിയായിരുന്നു, കാരണം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം തുറന്ന് നോക്കി ചെറുതായിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു കവേർഡായിട്ട് വരുന്നത്, നല്ല സേഫായിട്ടാണ് വരുന്നത്, അപ്പോൾ പൊട്ടത്തൊന്നുമില്ല. പിന്നെ ഇതെന്ന് പറയുമ്പം ഒരു കാർഡുണ്ട്, ഹെയ്ലി ബീബറിൻ്റെ ഫോട്ടോ ഉള്ള. ഇത് വെൽക്കം ടു ദ വേൾഡ് ഓഫ് റോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് പാക്കേജിങ്. തുറക്കുമ്പോഴത്തേക്ക് കാണുന്നത് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതൊരു കോംബോ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് കാണിക്കാം. ഇത് ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു ഇത് കിട്ടാനായിട്ട്, കാരണം ഇത് USA നിന്ന് വരുന്നതാണ്, അവർ ഷിപ്പ് ചെയ്യുന്നതാണ്. കാരണം അത് USA മെയ്ഡാണ്. അപ്പോൾ നമ്മൾ വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ്, ഏത് സ്ഥലത്തോട്ട് അവർ ഷിപ്പ് ചെയ്യും. ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്ന് റോഡിൻ്റെ തന്നെ ഗ്ലേസിങ് മിൽക്ക്. ഇതൊരു ടോണറാണ്, നമുക്കൊരു മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കും, കാരണം ഇത് മിൽക്കി ടോണറാണ്. അപ്പോൾ അത് ഗ്ലേസിങ് മിൽക്ക് എന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ തിളങ്ങുന്ന പോലെ നല്ലൊരു ഫിനിഷാണ് മുഖത്ത് തരുന്നതെന്നാണ് പറയുന്നത്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് ഇനി ഇതെല്ലാം ഉപയോഗിച്ചിട്ടൊരു റിവ്യൂ ഞാൻ നെക്സ്റ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അത്. ഞാനിത് ബാക്ക് ക്യാമിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെറിയ പാക്കേജിലാണ് വരുന്നത്, കാരണം ഇത് 65 ml, ഇതിൻ്റെ വലിയ സൈസുണ്ട്. ഞാൻ ചെറുതാണ് മേടിച്ചത്. ഇത് ഗ്ലേസിങ് മിൽക്ക് എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മിൽക്കി ടെക്സ്ചറുള്ള ബാരിയർ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോണറാണ്. ഇപ്പോൾ തുറക്കും, നമുക്ക് തുറന്ന് നോക്കാം. ഇങ്ങനെയാണിത് കാണുന്നത്. നല്ല ഷൈനി ഒരു പാക്കേജിങ് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഹെവിയാണ്, കാരണം ആ ടോണർ നല്ല തിക്ക് ടോണറാണ്, അപ്പോൾ അത് കാരണം ഹെവിയാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഡ്രോപ്പർ പോലത്തെ ഒരു സാധനത്തിലാണ് ഇങ്ങനെ വരുന്നത്. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് വന്നൊരു ഫേസ് വാഷാണ്. ഇത് പൈനാപ്പിൾ റിഫ്രഷ് റോഡിൻ്റെ തന്നെ, അവർക്ക് ഒരേ ഒരു ഫേസ് വാഷേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പൈനാപ്പിൾ റിഫ്രഷ്. ഇതും ഒന്ന് ചെറിയ പാക്കാണ്, കാരണം ഇതിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. ഈ ടോണറും ഈ ഒരു ഫേസ് വാഷും അതിൻ്റെ കൂടെ ആ ബ്ലഷും വേറൊരു ബ്ലഷും കൂടെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ്. ഇത് ചെറിയൊരു പാക്കറ്റാണ്, ഇതൊരു 40 ml ഉള്ളൂ. ഇത് ചെറിയ സൈസാണ്, വലിയ സൈസല്ല, ഇത് മിനിയാണ്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇത് ബെസ്റ്റ് ആയിരിക്കും. ഇതാണ് റോഡിൻ്റെ പൈനാപ്പിൾ റിഫ്രഷ് ഫേസ് വാഷ്. നെക്സ്റ്റ് വന്ന് 2 ബ്ലഷസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ പാക്കേജ് ഭയങ്കര ഡിഫറെൻ്റ്. അപ്പം നമ്മൾ യൂഷ്വലായിട്ട് കാണുന്ന ബ്ലഷ് ഇപ്പം ഒരു പാരറ്റിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് ബ്ലഷാണ്. അപ്പം അങ്ങനെയല്ലേ വരുന്നത്. ഇതെന്ന് പറയുമ്പം വേറെ ടൈപ്പ് ബ്ലഷ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പാക്കേജ് ഭയങ്കര യുണീക്കാണ്, വേറെ ഒരു കമ്പനിക്കും ഇങ്ങനത്തെ ഒരു പാക്കേജ് ഇല്ല. അപ്പോൾ 2 ഷെയ്ഡാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഒന്ന് ടോസ്റ്റഡ് ടെഡി എന്നും പറയും, ഒന്ന് സൺസോക്ക് എന്നുള്ളൊരു ഷെയ്ഡ്. ഒന്ന് സമ്മറി ഷെയ്ഡാണ്, ഒന്നൊരു വിൻ്റർ മൺസൂൺ ഷെയ്ഡാണ്. നമ്മളുടെ ഇന്ത്യൻ സ്കിൻ ടോണൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഷെയ്ഡാണ് ഞാൻ മേടിച്ചത്. കുറേ ഉണ്ട്, പിങ്ക് ഒക്കെ ഉണ്ട്, എന്ന് വെച്ചാൽ ലൈറ്റ് പിങ്ക് ഒക്കെ. അത് കുറച്ച് ഭയങ്കര ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ചേരുന്നത്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഭയങ്കര ക്യൂട്ടാണ്. ഇങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ പാക്കേജിലാണ് വരുന്നത്. ഇത് അവരുടെ ഒരു സമ്മർ ഷെയ്ഡാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു
യെല്ലോ കളർ ടിഞ്ചിൽ കൊടുത്തേക്കുന്നത്. ശരിക്കും അത് വൈറ്റാണ് ശരിക്കും യൂഷ്വലി ബാക്കി എല്ലാ ഷെയ്ഡ്സും വരുന്നത്. അപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് തുറന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഷെയ്ഡ് ഇരിക്കുന്നത്. ഭയങ്കര നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ തുറക്കുന്ന പറയുമ്പോൾ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് തുറക്കുന്ന പോലെ തന്നെ തുറക്കുക. അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. അപ്പം ഞാൻ ജസ്റ്റ് അൺബോക്സിങ് കാണിക്കുന്നേ ഉള്ളൂ. മണമൊന്നും അങ്ങനെ ഇല്ല, കാരണം ഇവരുടെ കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര നാച്ചുറലായിട്ട് സാധനങ്ങൾ ചെയ്യുന്നു. കുറച്ചിങ്ങനെ ഒത്തിരി അങ്ങനെ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ കുറച്ചൊരു എന്താ പറയുക ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ട്. അപ്പം സെൻസിറ്റീവ് സ്കിന്നൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും ഇതിടുമ്പോഴത്തേക്കും. ഇത് തിരിച്ച് കാണിച്ചു തരാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്ന് ടോസ്റ്റഡ് ടെഡി. ഇത് കുറച്ചൊരു വിൻ്ററി അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇത് വന്ന് കണ്ടോ, ഇവിടെ കുറച്ച് വൈറ്റ് ആയിട്ടാണ് വരുന്നത്. സമ്മർ ഷെയ്ഡല്ല, പക്ഷെ നമുക്ക് ഇപ്പം വേണമെങ്കിലും ഇടാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇത് തുറക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഡാർക്കർ കളറാണ്, ചെറിയ ബ്രൗണിഷ് കളറാണ്. ഇതും സെയിം തന്നെ ആയിട്ട് ഇങ്ങനെ തന്നെ തുറക്കുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നമുക്കിത് ചെറിയായിട്ട് ലിപ്സ്റ്റിക് ആയിട്ട് ഇങ്ങനെ ചെറിയ ടിൻറ്റിനെ ഡാബ് ചെയ്യാം. നമുക്ക് മുകളിൽ ഐ ഷാഡോ ആയിട്ട് ഉപയോഗിക്കാം. ഒരു മൾട്ടി പർപ്പസ് സ്റ്റിക്കാന്ന് പറയാം. ഒരെണ്ണം ബാഗിനകത്ത് വെച്ചിരുന്നാൽ മതി, നമുക്ക് എല്ലാം അപ്ലൈ ചെയ്യാം. എല്ലാം ലിപ്സ്റ്റിക് ആയിട്ടോ ബ്ലഷ് ആയിട്ടോ പിന്നെന്താ ഐ ഷാഡോ ആയിട്ടോ ഒക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയുണ്ട് 2 പ്രോഡക്ട്സ്. എൻ്റെ ഭയങ്കര മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണെന്നു. ഈ ലിപ് ബാം എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ് അവരുടെ ലിപ് ബാംസ് കാണാൻ. കുറേ കളേഴ്സ് ഉണ്ട്. ഒരെണ്ണത്തിന് ഒരു 2000 റുപ്പീസ് ആവും, പക്ഷെ അത് വേർത്ത് ഇട്ടാണെന്ന് പറയാം. കാരണം അത്രയ്ക്ക് നല്ല ഫോമിലാണ്, ഒത്തിരി നാൾ ഉപയോഗിക്കാനും പറ്റും. കാരണം അത് നമ്മൾ ഒത്തിരി എന്നും ഉപയോഗിക്കരുത്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിച്ചാൽ മതി. 10 ml ആണ്. ഇത് തുറന്ന് കാണാം. അപ്പം ഞാൻ മേടിച്ച ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കൊരു ഒത്തിരി കളറൊന്നുമില്ല, പക്ഷെ നല്ല ഹൈഡ്രേഷൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ടിൻറ്റേക്ക് തരത്തുള്ളൂ. തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ലിപ് ബാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ലിപ് ബാമൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ഇരിക്കും, പിങ്ക് കളർ ഷെയ്ഡ്. ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ പാക്കേജ് വന്ന് ഇങ്ങനത്തെ പാക്കേജിങ്ങാണ് നിൽക്കുന്നത്. ചെറിയൊരു ഇതിലൂടെയാണ് വരുന്നത്, നോസലിലൂടെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക. മണമൊന്നും അതിനില്ല, കാരണം ഇത് ഭയങ്കര ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡാണ്. നമുക്കങ്ങനെ അലർജിയോ അങ്ങനത്തെ റിയാക്ഷൻസോ ഒന്നും ഉണ്ടാകത്തില്ല. ഫ്രേഗ്രൻസ് ആണ്. ചില പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിപ് പ്രൊഡക്ട്സിലൊക്കെ ഭയങ്കരമായിട്ടും പെർഫ്യൂംഡ് അല്ലെങ്കിൽ മണം കാണും, പക്ഷേ ഇതെല്ലാം ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്ന് പെപ്റ്റൈഡ് ഐ പ്രെപ്പാണ്. ഇതൊരു കെഫീനൊക്കെ അടങ്ങിയ അണ്ടർ ഐ പാച്ചാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിങ്ങനെ ഫോട്ടോഷൂട്ട് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭയങ്കര ടയേർഡ് ഐസാണ്, പഫി ഐസാണ് ഉള്ളവർക്ക് നമുക്കിത് ഉപയോഗിച്ചൊരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് എനർജൈസ്ഡ് ആയിട്ടുള്ളൊരു ഐ ആയിട്ട് നമുക്ക് തോന്നും. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കെഫീൻ ഉണ്ട്, അങ്ങനത്തെ കുറച്ചൊരു പെപ്റ്റൈഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല നമ്മൾ ആ അണ്ടർ ഐ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഹൈഡ്രേഷനൊക്കെ നിന്നിട്ട് ആ ഒരു പഫിനെസ് ഒക്കെ അങ്ങ് കുറയ്ക്കും. കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ല. അപ്പോൾ നല്ല തണുത്തിരിക്കും. ഇതെന്ന് പറയുമ്പോൾ ഒരു 6 പെയർസ് ഉണ്ട്. ഒരു പ്രാവശ്യം ഉപയോഗിക്കാനേ ഒരെണ്ണം പറ്റത്തുള്ളൂ. നമുക്ക് ഒക്കേഷണലി നല്ല ഫങ്ഷനൊക്കെ ഉള്ള സമയത്ത് മുന്നേ നമുക്ക് ഐ പ്രെപ്പ് ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരെണ്ണം ഇങ്ങനത്തേലാണ് വരുന്നത്. അങ്ങനെ 6 പെയറുണ്ട്.
ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഷീറ്റ്സിനകത്താണ് വരുന്നത്. അപ്പോൾ അത് എയർ ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ലോഗോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ റോഡ് എന്നുള്ള പേര് എഴുതിയിരിക്കുന്ന ലോഗോ ആയിരിക്കും ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക്. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ ഇടാം, എങ്ങനെയുണ്ട് എൻ്റെ റിവ്യൂ ആയിട്ടൊക്കെ. ഇത് വർത്താണോ മണി, പിന്നെ ഇത് ഉപയോഗിക്കാൻ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നതിൽ എങ്ങനെയുണ്ടെന്ന് നമുക്കിനി നോക്കാം, എന്നിട്ട് ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.